എല്ലാവർക്കും നമസ്കാരം. വിഷയം മറ്റാരുമല്ല കേട്ടോ, രേണു തന്നെയാണ്. വീണ്ടും രേണുവിൻ്റെ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം, രേണു കള്ളം പറയുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. രേണു ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് നമുക്കറിയാം. പക്ഷേ എന്തിനാണ് ഇങ്ങനെ നുണകൾ പറയുന്നത്? എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നാട്ടിലുള്ളവർക്ക് ഒരു സമാധാനം കിട്ടും തോന്നുന്നു. രേണുവിൻ്റെ ഒരുപാട് വീഡിയോകളൊന്നും പുറത്തു വരാൻ ചാൻസ് കുറവാണ്. കാരണം രേണു അങ്ങ് പറന്നിരിക്കുകയാണ് റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ രേണുവിൻ്റെ ഡ്രാമാസ് എല്ലാം അവിടെയായിരിക്കും. സോ ഇന്നലെ രേണു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് പുറത്തുവിട്ട ആൾക്കാർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പം തന്നെ കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം തരേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളൂ. മനസ്സിലായി? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ അല്ലാതെ. അപ്പം എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്ത് കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്തവരൊക്കെ മണ്ടന്മാരാകത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പം സ്റ്റേഷനിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. സ്റ്റേഷനിലേക്ക് പോയ രേണുവിനെ പിന്നെ കണ്ടത് എയർപോർട്ടിലേക്കാണ്. കേസ് കൊടുത്തോ എന്തോ അല്ലേ. പക്ഷേ രേണു കാണാൻ വേണ്ടി, രേണു അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം വായിച്ചു തരാം. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു വിവരമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി പറയുന്നതാണ്. ഞാനൊരു കാര്യം വായിക്കാം, ഒന്ന് കേട്ടു നോക്കൂ. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള പെയ്ഡ് പ്ലാറ്റ്ഫോമുകൾ വഴി പണം വാങ്ങി നഗ്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യയിൽ IT ആക്ട് പ്രകാരം അതീവ ഗൗരവകരമായ കുറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമാണ് ഇത് കാണാൻ കഴിയുന്നത് എന്നത് ഒരു പ്രതിരോധമല്ല. ഇൻസ്റ്റഗ്രാം വഴി ഇത്തരം ഉള്ളടക്കം പങ്കുവയ്ക്കുന്നത് താഴെ പറയുന്ന നിയമക്കുരുക്കുകളിലേക്ക് നയിക്കാം. പ്രധാന നിയമവകുപ്പുകൾ: IT ആക്ട് സെക്ഷൻ 67A ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറുന്നതോ ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ഇതിന് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ 7 വർഷം വരെ നീളാം. IT ആക്ട് സെക്ഷൻ 67 അശ്ലീലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള വകുപ്പാണിത്. ഇതിന് 3 വർഷം വരെ തടവും ശിക്ഷയുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ രേണു ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്, രേണു മാത്രമല്ല കേട്ടോ, ഞാൻ രേണുവിനെ മാത്രം പറയുന്നില്ല ഇക്കാര്യത്തിൽ. കാരണം ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് പൈസകൾ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കെതിരെ എല്ലാം നിയമപരമായിട്ട് നടപടികൾ എടുക്കാം, കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ അതിനകത്ത് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ന്യായീകരണങ്ങളൊന്നും വില പോവില്ല. അപ്പോൾ രേണു കേസ് കൊടുക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിട്ടാണ് കേസ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ നന്നായിരിക്കും. കേസ് കൊടുക്കാൻ പോകുന്നൊക്കെയാണ് പറഞ്ഞത്, പോയോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരം രേണു പെടാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്ന് പറയുന്നുണ്ട്, കേസ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പുലി വരുന്നതെന്ന് പറയുന്ന പോലത്തെ ശീലം എനിക്കില്ല. വരും എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. കാരണം എനിക്കത് അത്രയും വിശ്വസനീയമായൊരു സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. ഇപ്പോൾ കേസ് 2 സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. നോക്കാം നമുക്ക് എന്താണ് അതിനകത്ത് വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രേണുവിൻ്റെ ആദ്യത്തെ സംഭവം നമ്മൾ കണ്ടല്ലോ. രേണുവിനോട് മാത്രം എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ദേഷ്യം? ഇതാണ് രേണുവിൻ്റെ അടുത്ത ചോദ്യം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രേണു എന്ത് കാണിക്കുമ്പോൾ നെഗറ്റീവിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണത്? ഇത് രേണു സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട്, അതായത് മരിച്ചുപോയ സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ് അതങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. അതായത് തെറ്റായ ധാരണ. രേണു മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ വൈഫായതുകൊണ്ടല്ല, ആ മരണത്തെ രേണു ഒരു വിൽപ്പന ചരക്കാക്കുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ മരിച്ചുപോയി, ആ മനുഷ്യൻ്റെ മരണത്തെ രേണു ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പേരുപയോഗിച്ച് രേണു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി, നെഗറ്റിവിറ്റി രേണു തന്നെ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് ഇട്ടുകൊടുത്ത് ആൾക്കാരെ കൊണ്ട് വെറുപ്പിച്ചതാണ്. പണ്ടൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. രേണുവിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ കണ്ടാൽ അതിൻ്റെ താഴെ വരുന്ന കമൻസ് എന്ന് പറയുന്നത് വളരെ മോശമായ കമൻസാണ് വരുന്നത്. പണ്ട് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ, അവരെന്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നവരോട് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ നിങ്ങളുടെ ഭാര്യയോ ഈ രീതിയിൽ
സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ വേണ്ടി ഈ രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളതിന് സമ്മതിക്കുമോ? ഈ ഒരൊറ്റ ചോദ്യം മാത്രം തിരിച്ചു ചോദിക്കാനുള്ളൂ. പലരും വന്ന് പറയാറുണ്ട്, നിനക്കൊക്കെ എന്തിൻ്റെ കേടാ, നിൻ്റെ ആരെങ്കിലും ആണോ? നമ്മുടേതും ആരുമല്ല. പക്ഷേ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരൻ അതായിരുന്നു കൊല്ലം സുധി. അയാൾ എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരാളായിക്കോട്ടെ, അയാളുടെ ഈ തോന്നിവാസ കഥകളെല്ലാം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ആ പേര് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷമാണ് അയാൾ മുൻപ് പൈസ വാങ്ങിച്ചാൽ കൊടുക്കില്ല എന്നൊരു പേരുദോഷം മാത്രമേ കൊല്ലം സുധിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രേണു ഇറങ്ങിയതിന് ശേഷം പല പേരുകളിലും ആ വ്യക്തി അറിയപ്പെട്ടു തുടങ്ങി. ആ പേരുകളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കിയേക്കാം. എന്നുള്ള സങ്കല്പം വിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഒരുപാട്, ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ എൻ്റെ കുറേ സപ്പോർട്ട്, ഞാൻ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരിൽ. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയും, ചേച്ചിയെ സംബന്ധിച്ച് ഇപ്പം ഒരു വിധവ മൂലക്കിരുന്ന് ഇരിക്കുമല്ലോ, ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കും. അതായത് നല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പൈസ വേണമല്ലോ, പൈസ ഉണ്ടാക്കി അവരുടെ സന്തോഷത്തിന് നല്ല രീതിയിൽ ജീവിക്കുന്നു. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് അവർ ഈ നെഗറ്റീവ് പറയുന്നത്. രേണു ഈ വാചകം പറയല്ലേ മക്കൾക്ക് വേണ്ടിയിട്ടെന്ന്. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദേഷ്യം വരും, മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക്. അതുപോലെ വിധവ, ഈ രണ്ട് വാചക രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും. വിധവകളുടെ അപ്പോസ്തല, വിധവകൾ ഇങ്ങനെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയോ? എന്നാൽ പിന്നെ നാളെ മുതൽ വിധവകളെല്ലാം അങ്ങോട്ട് ഇറങ്ങട്ടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ശരീരം കാണിച്ചുകൊണ്ട് വീഡിയോകളും ഫോട്ടോകളും ഇറങ്ങട്ടെ, അങ്ങനെ ജീവിക്കണം എന്നാണോ പറയുന്നത്? പിന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂട്ടുപിടിക്കാൻ കാരണം എന്താ അറിയോ? കഴിഞ്ഞ ദിവസം മറ്റേ ജാസി ഉണ്ടല്ലോ, ജാസി വന്നിട്ട് അങ്ങോട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊക്കി പിടിക്കുന്നത്. പിന്നെ ഹെയ്തി സാദിയ, ഈ ടീമുകളൊക്കെയാണ് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ കേൾക്കുന്നവർക്കുണ്ട്, അവർക്ക് മനസ്സിലാവും. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നു. അത് കിച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, കിച്ചുവിന് രേണുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. 2, ഋതപ്പൻ്റെ കേസ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നീയൊക്കെ എനിക്ക് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ജനങ്ങളെല്ലാവരും കൂടി രേണുവിന് മാസം ഒരു തുക തന്നാൽ രേണു വീട്ടിലിരിക്കുമോ? രേണു വീട്ടിൽ കുട്ടിയുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുമോ? ഉറപ്പ് വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഋതപ്പൻ്റെ പഠിത്ത ചെലവ് നോക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്, കിച്ചുവിൻ്റെ പഠിത്ത ചെലവ് നോക്കുന്ന ഫ്ലവേഴ്സ് ചാനലാണ്. രേണുവിന് ഇനാഗുറേഷൻസ് ഉണ്ട്, രേണുവിന് ആൽബംസ് ഉണ്ട്, രേണുവിന് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും രേണുവിന് ഭക്ഷണത്തിനുള്ള വക കിട്ടുന്നില്ലേ? അല്ലേ, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, കിട്ടുന്നില്ലേ? അതുകൊണ്ടാണോ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇറങ്ങിയത്? രേണു അഭിനയിക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ രേണു ഇനാഗുറേഷന് പോകുന്നതിനോ ആരും ഒന്നും പറയുന്നില്ല. രേണുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെയാണ് ആൾക്കാർ വിമർശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ പരിപാടി ശരീരം കാണിച്ചുകൊണ്ടുള്ള കലാപരിപാടി, ഓരോ ആൾക്കാരും ഓരോ വീഡിയോകൾ എടുത്ത് പുറത്തിടുന്നുണ്ട്. കാണുമ്പോൾ അറപ്പ് തോന്നുകയാണ്. ഒരു സ്ത്രീ എത്രമാത്രം അധപ്പതിച്ച് പോയിന്ന്, അതൊരു കലാകാരൻ്റെ ഭാര്യ. അവിടെയാണ് ആൾക്കാർ നിങ്ങളെ വിമർശിക്കുന്നത്. ഒരു കലാകാരൻ്റെ ഭാര്യ, അയാൾക്ക് നിങ്ങൾ എന്ത് വാല്യൂ കൊടുത്തിട്ടുണ്ട്? നാഴികയ്ക്ക് 100 വട്ടം പറയാറുണ്ട് എൻ്റെ സുധിച്ചേട്ടനെന്ന്. പക്ഷെ ആ വ്യക്തിക്ക് ഒരു അല്പമെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ പേര് ഇത്രമാത്രം ചീത്തയാക്കില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, സുധിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, അവരൊന്നും ഇതൊന്നും അന്വേഷിക്കാനില്ലേ, ഇടപെടാനില്ലേ? സ്വന്തം മകൻ്റെ പേര് ഇത്രമാത്രം ഇല്ലാതാക്കിയൊരു വ്യക്തിയെ അവർ സപ്പോർട്ട് ചെയ്യുകയാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അടുത്ത വീഡിയോ ആണ്. പൈസ ഉണ്ടാക്കുന്നത് തെറ്റായ രീതി തെറ്റാണോ? പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല, പക്ഷേ ശരീരം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് തെറ്റ് തന്നെയാണ്. നാളെ കേരളത്തിലെ വിധവകളും കേരളത്തിലെ അമ്മമാരും എല്ലാം ഈ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങി കഴിഞ്ഞാലോ? പക്ഷെ അന്തസ്സുള്ള ആരും ചെയ്യില്ല കേട്ടോ. അന്തസ്സും ആത്മാഭിമാനമുള്ള ഒരാളും ചെയ്യില്ല. ചിലപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ ഇറങ്ങുമായിരിക്കും, എനിക്കറിയില്ലത്. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ നല്ല ബെസ്റ്റ് ആൻസർ. ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ള ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറേ. സുധിച്ചേട്ടനുള്ള സമയത്ത് ആ മറ്റേ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച് ആ ഒറ്റപ്പെടലിന് ഇത്രത്തോളം ആയില്ലേ. അപ്പം അതിന് ഈ കുശുമ്പ് കയറി അത് ഇത് പറയുന്നതിന് ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. കുശുമ്പേ, ലോക്ക്ഡൗൺ സമയത്ത് ആ സമയത്തെ വീഡിയോകളെല്ലാവരും കണ്ടതാണ്. പൈസ കഷ്ടപ്പാട് പറഞ്ഞ് പൈസ മേടിച്ചിട്ട് അത് തിരിച്ച് ചോദിച്ച് ചെറുപ്പക്കാരനെ വിളിച്ചാൽ ചീത്ത കേൾക്കണം. എങ്ങനെ ആൾക്കാർ ഒറ്റപ്പെടുത്താതിരിക്കും? പൈസ മേടിച്ചാൽ കൊടുക്കണം. ഇന്നും കൊടുത്തിട്ടുണ്ടോ? ഇടയ്ക്ക് കേട്ടു ഇവർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഓണർ പ്രായമുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് 10-13,000 രൂപ എന്ത് കൊടുക്കാനുണ്ട്. വീട്ടിൽ വന്ന് ആ കാശ് ചോദിച്ചപ്പോൾ ഇത് അവിടെ സുധിയുടെ കല്ലറയുണ്ട്, അവിടെ പോയി അന്വേഷിക്കാൻ. ആ പറഞ്ഞ ടീമുകളാണ്. എന്താ പൈസ വാങ്ങിച്ചാണോ? ഒന്നും അല്ലല്ലോ. അപ്പോൾ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാൻ ഇതാണോ മാർഗം? എനിക്കതാ മനസ്സിലാവാത്ത. ഇതാണോ മാർഗം? നിങ്ങളെ സഹായിച്ച് എത്രയോ ആൾക്കാരുണ്ട്. എത്ര ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് സുധി മരിച്ച സമയത്ത്? എത്ര ലക്ഷം രൂപ? അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്കറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സസ്പെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഉറപ്പിക്കാമോ രേണു?
ഈ ഇടയ്ക്കാണോ രേണു സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്? ഉറപ്പല്ലേ? മാറ്റി പറയില്ലല്ലോ. നമുക്ക് ഇതിന്റെ ബാക്കിയോടെ ഒന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോയുടെ ബാക്കിയോടെ കണ്ടിട്ട് ഞാൻ ഇതിനൊരു തെളിവ് വയ്ക്കാം. സത്യമുള്ള കാര്യം പറയല്ലോ, വരുമാനം ഇത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാനറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാ രേണു പറഞ്ഞു കേട്ടല്ലോ. രേണു ഈ ഇടയാണ് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പോലും രേണുവിന് മനസ്സിലായത്. നമുക്ക് വേറൊരു വീഡിയോ കാണാം. രേണു 2 ദിവസം മുൻപ് പറഞ്ഞൊരു കാര്യമാണ്. അതൊന്ന് കണ്ടു നോക്കാം. ഇപ്പം സബ്ബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്തതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ എങ്ങനെയുണ്ട്? 2-3 ദിവസം മുൻപ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് ഓർത്തതാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറേ നാൾ മുൻപ് തന്നെ ഓർത്തതാണ് സബ്ബ് തുടങ്ങണമെന്ന്. അപ്പോൾ അറിയാഞ്ഞിട്ടാണോ? ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇന്ന് രാവിലെ എയർപോർട്ടിൽ വെച്ചിട്ട്, അതായത് മറ്റേ റാസൽ ഖൈമയിൽ ആ വലിയ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞ ആ ഒരു ബൈറ്റാണ് ഞാൻ കാണിച്ചത്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പോലും അറിയില്ല. ഈ ഇടയ്ക്കാണ് ഞാൻ അത് അറിഞ്ഞതെന്ന്. പക്ഷേ 2 ദിവസം മുന്നേ പറയുന്നു, കുറേ നാൾ മുൻപ് തന്നെ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന്, സബ്സ്ക്രൈബ് സംഭവം തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചിരുന്നു. സമയമില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർ കേൾക്കാം. മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബഹറിന് അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ. നല്ല മുട്ടിന് യാത്രകൾ, ദുബായ് ബഹ്റിൻ അങ്ങനെ യാത്രകൾ, ആൽബം, ഷോർട്ട് ഫിലിം, തിരക്കായിരുന്നു. അപ്പോഴൊന്നും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ശരീരം പ്രദർശിപ്പിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ തുടങ്ങാനായിട്ട്. ഇപ്പോൾ കുറേ എണ്ണം വരും. അവൾ എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചിട്ട് വരും. അവർക്ക് പറയാമെങ്കിൽ, അവർക്ക് കാണിക്കാമെങ്കിൽ നമുക്കെടുത്ത് വെച്ച് പറയാനും പറ്റും. ഒരു കുഴപ്പമില്ല. എന്തെല്ലാം ഒരു കോണ്ടന്റ് ഇട്ട് വരികയല്ലേ. പക്ഷേ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആ കുഞ്ഞിൻ്റെ കാര്യം. അത് നാളെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അവസ്ഥ സഹതാപം തോന്നുകയാണ്. ശരിക്കും സഹതാപം തോന്നുന്നു ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. അതുപോലെ കിച്ചു അമ്മ എന്ന് പറയുമ്പോൾ കിച്ചുവിൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, കിച്ചുവിനെ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ ഈ വീഡിയോയിൽ കാണുന്നതല്ലേ. കിച്ചുവിനോടൊരു വാക്ക് പോലും ചോദിക്കാറില്ലേ? കിച്ചു പറഞ്ഞാൽ അവർ കേൾക്കില്ല, അത് മനസ്സിലാവും. പക്ഷെ കിച്ചുവിനത് പറയാമല്ലോ. പക്ഷെ അതും പറയത്തില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് വരേണ്ട വരവ് നിൽക്കും, പോക്കറ്റ് മണി നിൽക്കും. ഇതൊക്കെയാണ് റീസൺസ്. എന്തായാലും കൊള്ളാം. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത്രയും പരിതാപകരമാണ്. വരുമാനമില്ല, ആ ഒരു അവസ്ഥയിൽ പോകുന്നതെന്നാണ് അവൻ പറയുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു? അഹങ്കാരത്തിൻ്റെ പീക്കിൽ നിന്നൊരു വ്യക്തിയാണ് രോഹിത്. ആ രോഹിത് ഇപ്പോൾ ഏറ്റവും താഴെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥ രേണുവിന് വരും. വിത്തിൻ 2 years വന്നിരിക്കും, എഴുതി വെച്ചോ. ഇന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അന്ന് കൂടെ ഉണ്ടാവില്ല. കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ കളി കാണാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പുറകെ നിന്ന് നിങ്ങളെ കൂടെ ഓരോന്നും ചെയ്യിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പം ഒരാളും കൂടെ ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് പല ആൾക്കാർ നിങ്ങളെ വിട്ടു പോയല്ലോ. നിങ്ങളെക്കുറിച്ച് പറയാൻ പോലും അവർക്കിപ്പോൾ ലജ്ജ തോന്നുകയാണ്. പറയാറില്ല, ഞാൻ ഇനി അവളുടെ വിഷയമൊന്നും എടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അവർ എസ്കേപ്പ് അടിച്ചു. പറയാതെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വേറെ പല ആൾക്കാരും അവരുടെ പ്രൊഫൈൽ ഇടുന്ന കാര്യങ്ങൾ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ഇതെന്ത് തരത്തിൽ സംസാരിക്കാത്തെന്ന് ചോദിക്കുന്ന കുറേ ടീമുകളുണ്ട്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.